വാർത്തയിലേക്ക് കൂടി പോകണം. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമാപന സമ്മേളനം അലങ്കോലപ്പെട്ടതിൽ അന്വേഷണം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണത്തിനായി 3 സമിതിയെ നിയോഗിച്ചു. വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. തിരുനാവായ, നാവാമുകുന്ദ, കോതമംഗലം, മാർബേസിൽ എന്നീ സ്കൂളുകളോട് വിശദീകരണം തേടാനും തീരുമാനിച്ചു. സംസ്ഥാന സ്കൂൾ കായികമേള കൊച്ചി 24-ന്റെ സമാപന സമ്മേളനം അലങ്കോലപ്പെടുത്താനുള്ള ശ്രമം സംബന്ധിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് 3 സമിതിയെ നിയോഗിച്ചു. പ്രതിഷേധം രേഖപ്പെടുത്തിയ തിരുനാവായ, നാവാമുകുന്ദ, കോതമംഗലം, മാർബേസിൽ എന്നീ സ്കൂളുകളോട് വിശദീകരണം തേടാനും തീരുമാനിച്ചു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി MI മീനാംബിക, ജോയിന്റ് സെക്രട്ടറി ബിജുകുമാർ BT, SCERT ഡയറക്ടർ ഡോക്ടർ ജയപ്രകാശ് RK തുടങ്ങിയവരാണ് സമിതി അംഗങ്ങൾ. 2 ആഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. സമാപന ചടങ്ങിൽ സ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് സംബന്ധിച്ചുണ്ടായ വിവാദം വലിയ പ്രതിഷേധത്തിനാണ് കാരണമായത്. മുന്നറിയിപ്പൊന്നുമില്ലാതെ ജനറൽ സ്കൂളുകൾക്കൊപ്പം സ്പോർട്സ് ഡിവിഷൻ സ്കൂളുകളെയും ചാമ്പ്യൻ പട്ടത്തിന് പരിഗണിച്ചതാണ് വിവാദത്തിന് വഴിവെച്ചത്. പോയിന്റ് നിലയിൽ സ്കൂളുകളുടെ പട്ടികയും സ്പോർട്സ് ഡിവിഷനുകളുടെ പട്ടികയും വെവ്വേറെയാണ് ഔദ്യോഗിക വെബ്സൈറ്റിൽ നൽകിയിരുന്നത്. എന്നാൽ സമ്മാനം പ്രഖ്യാപിച്ചപ്പോൾ സ്കൂളുകളുടെ പട്ടികയിൽ തന്നെ GV രാജ സ്പോർട്സ് ഡിവിഷന്റെ പേരുൾപ്പെടുത്തി. ഇതോടെ 2ാം സ്ഥാനത്തുണ്ടായിരുന്ന മലപ്പുറം നാവാമുകുന്ദ സ്കൂള് 3ാം സ്ഥാനത്തും 3ാം സ്ഥാനത്തുണ്ടായിരുന്ന കോതമംഗലം മാർബേസിൽ സ്കൂൾ 4ാം സ്ഥാനത്തുമായി. ഇതേ തുടർന്നാണ് പ്രതിഷേധമുയർന്നത്. മേളയിൽ സ്പോർട്സ് സ്കൂളുകളും ജനറൽ സ്കൂളുകളും ഒരുമിച്ച് മത്സരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ മികച്ച സ്കൂളിനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കമുയർന്ന സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച് പഠനം നടത്തി ഒരു പ്രപ്പോസൽ തയ്യാറാക്കാൻ കായിക രംഗത്തെ വിദഗ്ധർ അടങ്ങുന്ന സമിതിയെ നിയോഗിക്കാനും യോഗത്തിൽ തീരുമാനമായി. സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമെങ്കിൽ മാനുവൽ പരിഷ്കരണം അടക്കം നടത്താനും യോഗം തീരുമാനിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം.